സതീശൻ സർക്കാരിൻ്റെ ആദ്യ ഓണമാണ് കേരളം ആഘോഷിക്കാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഉയരുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ഓണം തൂക്കിയതാരാണ്? ഒരു രണ്ടാഴ്ച മുമ്പ് വരെ കേരളത്തിൽ ഭരണമികവ് കൊണ്ട് നിറഞ്ഞാടിയതും സ്റ്റാറായി നിന്നതും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയായിരുന്നു. ചെന്നിത്തലയ്ക്ക് എതിരാളികളേ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം തൂഫാൻ പദ്ധതി തന്നെ. ചെന്നിത്തലയുടെ ആ ഗ്ലാമറിന് ഇപ്പോഴും ഇളക്കമൊന്നും തട്ടിയിട്ടില്ല. പക്ഷേ കഴിഞ്ഞ 10 ദിവസം കൊണ്ട് ഈ ഓണം തൂക്കിയെടുത്ത മറ്റൊരാളുണ്ട്. അത് ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബാണ്. ജനങ്ങൾ ഒന്നടക്കം കൈയടിക്കുകയാണ് അനൂപിനും ഭക്ഷ്യവകുപ്പിനും. ഏറെ നാളിന് ശേഷം ആശ്വാസം നൽകുന്ന ഒരു ഓണക്കാലമാണിതെന്നാണ് എല്ലാവരും പറയുന്നത്. അതിന് കാരണവുമുണ്ട്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഓണക്കാലത്തെ വിലക്കയറ്റത്തിൽ നിന്ന് ജനങ്ങൾക്ക് ആശ്വാസമേകാൻ സർക്കാരിൻ്റെ ഇടപെടലുണ്ടായി. സപ്ലൈകോ സ്റ്റോറുകളിൽ അവശ്യ സാധനങ്ങളടക്കം എല്ലാം വിലക്കുറവിൽ ലഭ്യമാകുന്നുണ്ട്. അവിടേക്ക് ആളുകൾ ഒഴുകുകയാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ ഒഴിഞ്ഞ റാക്കുകളല്ല സാധാരണക്കാരെ അവിടെ കാത്തിരിക്കുന്നത്. എല്ലാ സാധനങ്ങളും ആവശ്യം പോലെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനോടകം 30 ലക്ഷത്തിലധികം ആളുകൾ സപ്ലൈകോയിലെത്തി സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞു. വിറ്റുവരവ് 300 കോടി പിന്നിട്ടു. ഇത് വെള്ളിയാഴ്ച വരെയുള്ള കണക്ക് മാത്രമാണ്. ശേഷിക്കുന്ന ദിവസങ്ങളിലെ കണക്ക് കൂടി വരുന്നുണ്ട്. ഇനിയും 2-3 ദിവസം കൂടി വിൽപ്പന മുന്നോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ എത്രത്തോളം വിറ്റുവരവ് ഉണ്ടാകും എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഈ കാര്യങ്ങൾ, ഈ വിറ്റുവരവ് വലിയ ചർച്ചയാകുമ്പോൾ എല്ലാവരും പറയുന്നത്, മുൻപ് പിണറായി സർക്കാരിൻ്റെ 10 വർഷക്കാലം ബിവറേജസിലെ വിറ്റുവരവിനെ കുറിച്ച്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഈ മദ്യം വിറ്റത് ഏത് സ്ഥലത്താണ്, ഏത് ജില്ലയിലാണ് എന്നൊക്കെയാണ് ജനങ്ങൾ കേട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ UDF സർക്കാരിൻ്റെ കാലത്ത് സപ്ലൈകോയിലെ വിറ്റുവരവിനെ കുറിച്ച് ആണ് കേൾക്കുന്നത് എന്ന് ജനങ്ങൾ ഇപ്പോൾ തന്നെ പറയുന്നുണ്ട്. ഓണക്കാലത്തെ പതിവായ സൗജന്യ കിറ്റുകൾ അർഹരായവരിലേക്ക് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. 6 ലക്ഷത്തിലധികം കിറ്റുകളാണ് ഇത്തവണ തയ്യാറാക്കിയിരിക്കുന്നത്. റേഷൻ കടകളിൽ അത് എത്തിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അർഹരായവർക്ക് റേഷൻ കാർഡുമായി ചെന്നത് വാങ്ങാവുന്നതാണ്. അങ്ങനെ പ്രതിപക്ഷത്തിനും സഖാക്കൾക്കുമല്ലാതെ ആർക്കും പ്രത്യേകിച്ച് കുറ്റങ്ങളൊന്നും പറയാനാകാത്ത വിധത്തിലാണ് ഭക്ഷ്യവകുപ്പ് എല്ലാ ക്രമീകരണങ്ങളും ഈ ഓണത്തിന് നടത്തിയിരിക്കുന്നത്. അനൂപ് ജേക്കബ് എന്ന ഭക്ഷ്യമന്ത്രി ഓണത്തിളക്കത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. 2011 പിതാവ് ടി എം ജേക്കബിന്റെ ആകസ്മിക മരണത്തെ തുടർന്നാണ് അനൂപ് ആദ്യമായിട്ട് മന്ത്രിയാകുന്നത്. അന്ന് ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. ഏറെ പഴികേട്ടാണ് അനൂപ് എന്ന മന്ത്രിക്കുപ്പായം അണിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ പാർട്ടിയിലും മുന്നണിയിലും ഉൾപ്പെടെ വലിയ രീതിയിൽ അതിനെതിരെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആദ്യ കാലയളവിൽ മികച്ച മന്ത്രി എന്ന പേരെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. പലതരത്തിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും അനൂപിന് കേൾക്കേണ്ടി വന്നു. എന്നാൽ ഇപ്പോൾ 10 വർഷത്തിന് ശേഷം വീണ്ടും മന്ത്രി കസേരയിൽ എത്തിയപ്പോൾ അന്ന് തന്നെ വിമർശിച്ചവരെ കൊണ്ട് തന്നെ വാഴ്ത്തുപാട്ടുകൾ പാടിക്കാൻ കഴിഞ്ഞിടത്താണ് അനൂപ് എന്ന രാഷ്ട്രീയക്കാരൻ്റെ വിജയം കേരളം കാണുന്നത്. ഭക്ഷ്യവകുപ്പിന്റെ വിപണി ഇടപെടലിനെ പ്രശംസിക്കുമ്പോൾ പറയേണ്ട മറ്റൊരു പേര് ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശൻ്റേതാണ്. സപ്ലൈകോയ്ക്ക് ഇഷ്ടം പോലെ പ്രവർത്തിക്കാൻ വേണ്ട തുക വളരെ മുമ്പേ അനുവദിച്ച് നൽകി. അതാണ് നിർണായകമായത്. പ്രതിപക്ഷ നേതാവായിരിക്കെ താൻ വിമർശനം ഉന്നയിച്ച വിഷയത്തിൽ അധികാരത്തിലെത്തിയപ്പോൾ അന്ന് ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങൾ ചെയ്ത് വിജയിപ്പിച്ച് കാണിച്ച ഭരണതന്ത്രജ്ഞത അംഗീകരിക്കേണ്ട കാര്യം തന്നെയാണ്. അതും കേരളം എടുത്തു പറയുന്നുണ്ട് ഈ ഓണക്കാലത്ത്. പക്ഷേ CPM-ന് ഈ ഓണക്കാലം പ്രശ്നങ്ങളില്ലാതെ പോകുന്നത് അത്ര പിടിക്കുന്നില്ലെന്ന് വേണം കാണാൻ. കുറ്റം പറയാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നേതാക്കൾ ഇറങ്ങിയിരിക്കുകയാണ്. അതിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ മുതലുള്ളവരുണ്ട്. അദ്ദേഹം അടുത്തിടെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ആരോപിക്കാൻ ശ്രമിച്ചത് വിപണിയിൽ സർക്കാർ ഇടപെടൽ പരാജയമാണെന്നാണ്. ഇന്നലെ മുൻ മന്ത്രി കൂടിയായ മുഹമ്മദ് റിയാസ് MLA-യും ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇതേ കാര്യങ്ങളാണ് ആവർത്തിച്ചിരിക്കുന്നത്. വസ്തുതകൾക്ക് നിരക്കാത്ത കാര്യങ്ങൾ പറഞ്ഞ് സർക്കാരിനെ വിമർശിക്കാനെത്തിയ റിയാസിന് പക്ഷേ ജനങ്ങൾ തന്നെ ചുട്ട മറുപടി കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ ഓണക്കാലത്തെയും ഈ ഓണക്കാലത്തെയും വിവരങ്ങൾ താരതമ്യം ചെയ്ത് കാണിച്ചാണ് പലരും ആ പോസ്റ്റിന് കമന്റിലൂടെ മറുപടി കൊടുത്തിരിക്കുന്നത്. അടിസ്ഥാനമില്ലാത്ത, വിമർശിക്കാൻ വേണ്ടിയുള്ള ഇത്തരം വിമർശനങ്ങളെ ജനങ്ങൾ എത്രമാത്രം പുച്ഛത്തോടെ തള്ളിക്കളയുമെന്ന് ആ മറുപടികൾ വായിച്ചാൽ മനസ്സിലാകും. റിയാസിനെ പിന്തുണച്ച് ഒരാൾ പോലും അതിൽ പ്രതികരിച്ചിട്ടില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയം. രൂക്ഷമായ ഭാഷയിലാണ് ഓരോ വിമർശനങ്ങളും. ഓണവിപണിയിൽ ഇടപെടേണ്ടത് ഇങ്ങനെയാണെന്നാണ് UDF സർക്കാരിൻ്റെ നടപടികൾ ചൂണ്ടിക്കാട്ടി പലരും അതിൽ പറയുന്നത്. അതുപോലെ സൈബർ സഖാക്കൾ ഇറക്കുന്ന ഓരോ നുണകളും സോഷ്യൽ മീഡിയയിൽ തന്നെ പൊളിഞ്ഞടുങ്ങുന്നതും കാണുന്നുണ്ട്. അതിലൊന്നായിരുന്നു സ്കൂൾ കുട്ടികൾക്ക് നൽകിയിരുന്ന സൗജന്യ അരിയുടെ അളവ് വെട്ടിക്കുറച്ചെന്നത്. മുൻപ് 5 കിലോ ആയിരുന്നു കൊടുത്തിരുന്നത്. ഇത് 4 കിലോ ആക്കിയെന്നാണ് സഖാക്കളുടെ പ്രചരണം. പക്ഷേ കഴിഞ്ഞ വർഷവും 4 കിലോ മാത്രമാണ് കൊടുത്തിരുന്നത് എന്ന് തെളിഞ്ഞിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ശിവൻകുട്ടിയുടെ അന്നത്തെ വാക്കുകൾ തന്നെയാണ് ഈ ആരോപണത്തിനുള്ള മറുപടി. റേഷൻ കടകൾ വഴി 10 രൂപ 90 പൈസയ്ക്ക് കൊടുത്തിരുന്ന അരിയുടെ വില 26 ആക്കിയെന്നതായിരുന്നു അടുത്ത പ്രചരണം.
അത് അടിസ്ഥാനരഹിതമാണെന്ന് ഭക്ഷ്യവകുപ്പിന്റെ വിശദീകരണത്തോടെ തെളിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓണക്കാലത്തെ ഒന്ന് രാഷ്ട്രീയ കുളമാക്കാൻ തുനിഞ്ഞിറങ്ങിയ CPM അടപടലം വിട്ടിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും സതീശൻ അനൂപ് കോംബോ ഓണം പൊളിച്ചെടുക്കിയെന്നാണ് ജനങ്ങൾ പറയുന്നത്.